വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗത്തിനും ഭൂമിക്കും ഒരുപോലെ അധികാരമുള്ള പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയും. ഞാനിന്ന് ഒരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കോന്നിയിൽ ഉള്ള ഒരു സഹോദരനുണ്ടല്ലോ, നമ്മുടെ ആൽബർട്ട് യോഹന്നാൻ. അദ്ദേഹവുമായിട്ടുള്ളൊരു ചെറിയൊരു സംസാര കാര്യത്തിന് വേണ്ടി വന്നതാണ്. അദ്ദേഹം സുവിശേഷം അറിയിച്ചവരോടെല്ലാം പറഞ്ഞത്, അവിടെ കോന്നിയുടെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് സുവിശേഷം അറിയിച്ചവരോടെല്ലാം പറഞ്ഞത്, ഇനി സുവിശേഷം അറിയിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതുമാണ്. ആ അറിവ് എത്രത്തോളം ഇദ്ദേഹത്തിനുണ്ടെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹം പറയുന്ന AD 70 കർത്താവ് വന്നുപോയി, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് മാത്രമാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇനി അത് അറിയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആൽബർട്ട് യോഹന്നാൻ പറയുന്നത്. ഈ പറച്ചിൽ എത്രത്തോളം സത്യമാണെന്ന് പല രീതിയിൽ ഞങ്ങൾ അന്വേഷിച്ചു. പല രീതിയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അത് നോക്കുകയെല്ലാം ചെയ്തിട്ടും അദ്ദേഹം പറയുന്നത് ശുദ്ധ കള്ളമാണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ്. കാരണം ഗ്ലോറിയസിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എന്തും പറയാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ പറച്ചിലിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയാണ്. ഞങ്ങൾ ഇത് പറയാനുള്ള കാരണം, ഒരിക്കൽ കുറച്ച് ദൈവദാസന്മാർ പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൽബർട്ട് യോഹന്നാൻ അവിടെ ചെല്ലുകയും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നിട്ട് അവരെ ആക്ഷേപിച്ചു വിടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കോന്നിയിൽ കടന്നു ചെല്ലുകയും ആൽബർട്ട് യോഹന്നാന്റെ വീടിന്റെ പരിസരത്ത് അപ്പുറത്തേക്ക് മാറി, ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് മാറി ഞങ്ങൾ പരിശോധന നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹം വന്നിട്ട് അവിടെ ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുശേഷം അദ്ദേഹവുമായിട്ട് അവിടെ വെച്ചൊരു ഡിബേറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു പോയി. ആ 29-ാം തീയതി നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പല ആൾക്കാരും, കൂട്ടകളിക്കാരനും മാറ്റുപിടുത്തക്കാരനും ഒക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരോടൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ വേണമായിരുന്നു ഈ യൂട്യൂബിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടകളിക്കാരനപ്പോൾ ഉള്ളവരൊക്കെ വാരിയിടുക എന്നുള്ളത്. അതൊന്നും അവർക്ക് എന്തോ അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി വന്ന വിഷയം, ആൽബർട്ട് യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി മതം മാറ്റാൻ വേണ്ടി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൽബർട്ട് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്, ഈ സംസാരമായിട്ട് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണ്? ഹിന്ദുക്കളെല്ലാം ഞങ്ങളാണോ കൊണ്ടുപോയത്, അതോ ഞങ്ങൾക്ക് മുമ്പേ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ആൽബർട്ട് യോഹന്നാന്റെ കൂട്ടത്തിലുള്ളവർ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. സമയമല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസം ഈ ലോകത്ത് ഈ ക്രിസ്ത്യാനികളെ നശിപ്പിച്ച്, അതായത് ക്രിസ്ത്യാനികളുടെ വീടുകളിൽ നിന്നെല്ലാം ദുരുപദേശം. നിങ്ങളോ ഈ കാണുന്ന ഹിന്ദുക്കളെ മുഴുവൻ പിടിച്ചോണ്ട് പോയി ന്യായപ്രമാണത്തില്ലാത്ത ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെ. നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ ഈ ഹിന്ദുക്കളെ ആയിട്ടുള്ളവരെല്ലാം പിടിച്ചോണ്ട് പോയെന്നാണ് പറയുന്നത്. ആൽബർട്ടിന് എന്താ അറിയത്തില്ല, ആൽബർട്ട് നിൽക്കുന്ന ജിജിയുടെ ചരിത്രം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റേ ആ സഭക്കാർക്ക് അവരൊന്നും പറയുന്നില്ല. കാരണം ജിജിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആൽബർട്ടിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ആൽബർട്ടൊക്കെ എങ്ങനെയാണെന്നൊരു ഈ ആദ്യകാലത്ത് ഈ വിശ്വാസത്തിലേക്ക് വന്നത്? ആൽബർട്ടിന്റെ തലമുറ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം നേരത്തെ വിശ്വാസത്തിലുള്ളവരാണോ? ഈ ഭാരതത്തിൽ എന്തെക്കാളും ക്രിസ്ത്യാനിറ്റി വന്നതാണ്. ഈ വന്ന സമയത്ത് ആൽബർട്ടിന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ ആൽബർട്ട് നിൽക്കുന്ന സഭയിലുള്ളവരോ അത് എന്തെങ്കിലും ആൽബർട്ടിന് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കണ്ട, ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ ആൽബർട്ട് പറയുമ്പോഴത്തേന് ആൽബർട്ട് കുറെയെങ്കിലും ഒക്കെ ആൽബർട്ടിന്റെ ഒക്കെ സഭയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ആൽബർട്ട് ആ സഭയുടെ കാര്യങ്ങളെ പരിശോധിച്ചു വരുമ്പോൾ അവര് എവിടൊക്കെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സുവിശേഷകന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷത്തിന്റെ രീതി എങ്ങനെയാണ്, ഇതെല്ലാം ആൽബർട്ട് ഒന്ന് പരിശോധിക്കണ്ടേ? ജിജിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം അമൃതാണെന്ന രീതിയിൽ ആഗ്രഹിച്ച് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഒരു കാര്യം ആൽബർട്ട് മനസ്സിലാക്കണം,
ആൽബർട്ടിനെ പോലെ തന്നെ ആൽബർട്ടിനെ പോലെ ഈ ഭാരതത്തിലെ സകല ക്രിസ്ത്യാനികളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 2 തലമുറയ്ക്കോ 3 തലമുറയ്ക്കോ അല്ലെങ്കിൽ ഈ തലമുറയിൽ തന്നെയോ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വന്നവര് തന്നെയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ ചെന്ന പാസ്റ്ററിന്റെ സുവിശേഷം അറിയിക്കാൻ ചെന്ന പാസ്റ്ററിന്റെ മഹത്വമോ സഭയുടെ വലിപ്പമോ ആൾക്കാരുടെ വലിപ്പമോ അല്ലെ ആൾക്കാരുടെ എണ്ണമോ പുതുമോടിയോ കണ്ടിട്ടോ ഒന്നുമല്ല. ഈ സുവിശേഷം അറിയിക്കാൻ ചെല്ലുന്നവരിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, വിശുദ്ധ വേദപുസ്തകം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ കർത്താവിന് നല്ലൊരു മാതൃക ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യർക്ക്, ആ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ള ഉലകത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആൽബർട്ട് വന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല വന്നത്. ആൽബർട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോഴത്തേനും ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ആൽബർട്ടിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നല്ല രീതിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ആൽബർട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ പാടില്ല, കാരണം AD 70 കർത്താവ് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. എന്റെ സഹോദര, ഈ പറഞ്ഞ വിഷയത്തിന് ബാക്കി ആൽബർട്ട് ഇത് പറയട്ടെ. ആൽബർട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ആൽബർട്ട് പറഞ്ഞു ഈ AD 61 ആയപ്പോൾ ലോകത്ത് എല്ലായിടത്തും സുവിശേഷം എത്തിയെന്നല്ല. AD 61 AD 70 ഏറ്റവും കൂടുതൽ പ്രവചിച്ചു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞൊരു സുവിശേഷം ആളുകളോട് പറഞ്ഞ് നല്ല വിശേഷം പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകണം. അവർക്ക് കംപ്ലീറ്റ് നിർദ്ദേശം, അവർക്ക് കംപ്ലീറ്റ് അധികാരം കൊടുത്താൽ വിടുന്നു, അല്ലാതെ അധികാരം കൊടുത്താൽ ഒരാളെ വിട്ടില്ല. ഇവിടെ കേട്ടല്ലോ, ആൽബർട്ട് പറയുന്നത് കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, കംപ്ലീറ്റ് അധികാരം അവിടെ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ആൽബർട്ടിന്റെ സഭയിലെ തന്നെ ആൾക്കാരുടെ പുസ്തകങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി മലങ്കര സഭാപിതാക്കന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിലെ കാര്യമാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഉള്ളടക്കത്തിൽ എഴുതിയിരിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൽബർട്ടിന് ഒന്നുകൂടെ മാർ ബെസോലിയോസ്, മാർത്തോമ, മാത്യൂസ് തിദിയൻ, കത്തോലിക്ക ബാവ ഇവരൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ആൽബർട്ട് യോഹനാനും ജിജിയുടെ തലവന്മാർക്കും പൊന്നാട അണിയിച്ച ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് ഇത് ആരാണ്, ഇവരൊക്കെ ആരാണ് എന്നുള്ളതല്ല. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേന് അവിടെ ഒരു കാര്യമുണ്ട്. പേജ് നമ്പർ 15 നോക്കാം. ഭാരതത്തിൽ അധിവസിക്കുന്ന ലക്ഷോപലക്ഷം ദരിദ്രനാരായണന്മാർക്ക് നമ്മുടെ സുവിശേഷ പ്രചാരം കൊണ്ട് അവരുടെ ദുരിതഭാരത്തിൽ നിന്നും വിഭ്രാന്തി ലഭിക്കുന്നതിന് ഇടയാകുന്നില്ലെങ്കിൽ നമ്മുടെ മതപ്രചാരണം കൊണ്ട് ഭാരതത്തിന് വലിയ പ്രയോജനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ആൽബർട്ട് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ പുസ്തകത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, സുവിശേഷ പ്രചാരം കൊണ്ട് ദരിദ്ര നാരായണന്മാർക്ക് നമ്മുടെ സുവിശേഷ പ്രചാരം കൊണ്ട്. ഇത് ഞങ്ങൾ നടത്തിയതല്ല, നിങ്ങൾ നടത്തിയ സുവിശേഷ പ്രചരണത്തെ പറ്റിയാണ് ആൽബർട്ട് ഈ പറയുന്നത്. ചിലപ്പോ നമ്മുടെ മതപ്രചാരണം എന്ന് വെക്കുമ്പോ ഏതാണ് നിങ്ങളുടെ മതപ്രചാരണം? നിങ്ങൾ അറിയിച്ച സുവിശേഷം ആരെ പറ്റിയാണ് ആൽബർട്ടെ? ജിജിക്കാരോട് എല്ലാവരോടും ചോദിക്കാം, നിങ്ങൾ അറിയിച്ച സുവിശേഷം ആൽബർട്ടിനോട് തന്നെ ചോദിക്കുകയാണ്. ആൽബർട്ടെ, ആൽബർട്ടിന്റെ ആൾക്കാർ അറിയിച്ച സുവിശേഷം ആരെ പറ്റിയാണ്? അവരെ അറിയിച്ച സുവിശേഷത്തിലൂടെ എന്ത് മാറ്റമാണ് ഉണ്ടായത് മനുഷ്യർക്ക്? ആൽബർട്ടിന് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്തത് പേജ് നമ്പർ 681 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, പത്രോസ് മാർ ഒസ്തിയോസ് മെത്രാപ്പോലിത്ത ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ നീക്കിയത്. ഓരോ ഇടവകയെയും സുവിശേഷ പ്രവർത്തനത്തിന് സജ്ജമാക്കുക, ക്രിസ്തുമതം സ്വീകരിക്കുന്ന പുറംജാതിക്കാരെ ക്രിസ്തുവിൽ ഒന്നായി കാണുവാൻ സുറിയാനി ക്രിസ്ത്യാനികളുടെ മനസ്സിനെ മെരുക്കിയെടുക്കുക, അശിക്ഷിതരായ സമൂഹാംഗങ്ങളെ അനുസ്ഥിതമായ ഉദ്ബോധനത്തിലൂടെ ഉത്തമ മിഷണറിമാരാക്കുക. ഇക്കാര്യങ്ങളിലാണ് മെത്രാപ്പോലിത്ത ആദ്യമായി ശ്രദ്ധിച്ചത് എന്ന് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആൽബർട്ടിനോട് ചോദിക്കുകയാണ്,
ക്രിസ്തുമതം സ്വീകരിക്കുന്ന പുറംജാതിക്കാരെന്ന് പറയുമ്പോഴത്തേന് ആൽബർട്ട് ആദ്യമേ ഒരു വോയിസിന്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങള് ഹിന്ദുക്കളെ കൊണ്ടുപോയി മതം മാറ്റി എന്നും പറഞ്ഞുണ്ട്. ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ ക്രിസ്തുമതം സ്വീകരിച്ച പുറംജാതിക്കാരാരാണ് ആൽബർട്ട്? ആൽബർട്ടിന് ഒരു ധാരണയുണ്ട്, കുറച്ചു നേരം നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടുപോകും. അല്ല, ഈ AD 70 അല്ലെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യഹൂദ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രം പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൽബർട്ട് വേറൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഈ പുറംജാതിക്കാരാരാണ്? സ്വന്തം ജനമായിട്ടാണല്ലോ ആൽബർട്ട് പറയുന്നത്. യഹൂദന്മാർക്കിടയിലേക്ക് മാത്രമാണ് പോകേണ്ടത്, അവർക്കാണ് അവരോട് കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി പറയണത്. അപ്പോൾ ആൽബർട്ട് ഒരു യഹൂദനാണോ? ഇനി അതുമല്ല, ആൽബർട്ടെ ക്രിസ്തുമതം സ്വീകരിക്കുന്ന പുറംജാതിക്കാരെന്ന് പറയുമ്പോഴത്തേന് ഈ പുറംജാതി ഏതാണ്? യഹൂദൻ സ്വന്തം ജനമാണല്ലോ. പുറംജാതി ആരാണ് ആൽബർട്ടെ? മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇത് കണ്ടതിന് ശേഷം. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, പേജ് നമ്പർ 682. അമേരിക്കൻ മിഷൻ നൽകിയിരുന്ന വലിയ ചിത്രച്ചുരുളുകളും റാന്തൽ വിളക്കും പുതിയ നിയമവും കൈത്താളവുമായി ഞങ്ങൾ കൃത്യം 4 മണിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 28-19. എന്നാദിയായ മിശിഹായുടെ മിഷണറി വാക്യവും പുറംജാതികളുടെ മനം തിരിയുവാനുള്ള പ്രാർത്ഥനയും ചൊല്ലുക പതിവായിരുന്നു. യാതൊരു കാരണവശാലും ഈ കുടിൽ സന്ദർശനം മുടങ്ങാറില്ല. എന്തെന്നാൽ ഞങ്ങളുടെ സർവപ്രധാനമായ ജോലി അതായിരുന്നു. തലമറന്ന് എണ്ണ തേക്കുക പാടില്ല എന്ന് തിരുമേനി ഇടയ്ക്കിടയ്ക്ക് സുവിശേഷകരെ അനുസ്മരിപ്പിക്കുമായിരുന്നു. പേജ് നമ്പർ 682 പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ AD 70 കർത്താവ് വന്നു ഇനി സുവിശേഷം അറിയിക്കേണ്ടെന്ന് കൊലോസി ലേഖനത്തിൽ നിന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു. അത് അടുത്ത ദിവസം ഞാൻ എടുക്കുന്നുണ്ട്. കൊലോസി ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൽബർട്ട് അവിടെ പറഞ്ഞപ്പോൾ, ആൽബർട്ട് ഇത് കേരളക്കരയിൽ നടന്ന സംഭവമാണ്. അമേരിക്കൻ മിഷൻ നൽകിയിരുന്ന വലിയ ചിത്രച്ചുരുള് റാന്തൽ വിളക്കും പുതിയ നിയമമായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ടിന്റെ വാദം, ആൽബർട്ട് നിൽക്കുന്ന മലങ്കര സുറിയാനി സഭയിലെ ആൾക്കാർ തന്നെ തെറ്റിച്ചില്ലേ? എന്തുകൊണ്ട് ആൽബർട്ട് അവരെ തിരുത്തിയില്ല? ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരും ഐക്യം വെച്ച് കെട്ടി യേശുക്രിസ്തു രക്ഷകനാണ്, നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കുന്നു, നിത്യജീവൻ അവകാശി എന്നുള്ള കാര്യങ്ങളെ പറഞ്ഞപ്പോൾ ആൽബർട്ടിന് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ കേരളക്കരയിൽ AD 70 ശേഷം നിങ്ങളുടെ ആൾക്കാർ നടത്തിയ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷ പ്രചരണത്തിന്റെ കുടിലുകളിൽ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇന്ന് എമർജൻസി ആണല്ലോ. റാന്തൽ വിളക്കും പുതിയ നിയമമായിട്ട് കൈത്താളവുമായിട്ട് പോയെന്നാണ്. ഞങ്ങളുടെ സഭയ്ക്കകത്തിരുന്ന് തമ്പേർ അടിക്കുമ്പോഴത്തേനും നാട്ടുകാർക്ക് ശല്യമാണെന്നാണല്ലോ ആൽബർട്ട് യോഹന്നാൻ കുറച്ച് നാളായിട്ട് യൂട്യൂബിന്റെ അകത്ത് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റാന്തൽ വിളക്കും പുതിയ നിയമം കൈത്താളവുമായിട്ട് പോയൊരു കാലഘട്ടം പുറംജാതികളുടെ മനം തിരിയുവാൻ, യഹൂദന്മാരുടെ അല്ല, ആൽബർട്ടെ പുറംജാതികളുടെ മനം തിരിയുവാനായിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരായിരുന്നു ആൽബർട്ടെ ഈ പുറംജാതി? ആൽബർട്ട് ഒന്ന് മറുപടി തരണേ. അടുത്തത് പേജ് 794. യഹൂദ മതത്തിന് പുറത്തുള്ളവരോട് മിശിഹായുടെ സുചരിതത്തെ പ്രസംഗിക്കിയ നേർപ്പാട് ആദ്യമുണ്ടായത് അന്ത്യോക്യയിൽ വെച്ചാണല്ലോ. ആദിമ ശബദത്തിൽ സുറിയാനിക്കാർക്ക് സുവിശേഷ പ്രചാരത്തിൽ വലിയ തീഷ്ണതയുണ്ടായിരുന്നു. ഇപ്പൊ സുറിയാനി സഭയിൽ നിൽക്കുന്ന ആൽബർട്ട്, ഇത് ഞാൻ എഴുതി വെച്ച പുസ്തകമല്ല, ഞങ്ങൾ ആരും എഴുതിയല്ല, നിങ്ങളുടെ ആൾക്കാർ തന്നെ എഴുതിയ പുസ്തകമാണ്. അതിൻ്റെ അകത്ത് പറയാണ് യഹൂദ മതത്തിന് പുറത്തുള്ളവരോട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൽബർട്ട് പറയുന്നത് സുവിശേഷം അറിയിക്കാൻ പാടില്ല. പക്ഷെ ആൽബർട്ടിന്റെ പഠനത്തിനും ആൽബർട്ടിന്റെ ചിന്താഗതിക്കും ആൽബർട്ടിന്റെ ആശയങ്ങൾക്കും നേരെ വിപരീതമാണല്ലോ ആൽബർട്ടിന്റെ സഭ. ഈ ജിജിയുടെ കൂട്ടത്തിൽ പോയതുകൊണ്ട് ജിജിയുടെ പടയാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നാടയൊക്കെ ഇട്ടപ്പോഴത്തേന് ആൽബർട്ട് വിചാരിച്ചോ ഞാൻ എന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ല ആൽബർട്ടെ, ഇതൊക്കെ ഞങ്ങളുടെയിലുള്ള പുസ്തകമാണ്. ഞങ്ങൾ കുറെ നാളായിട്ട് ഇത് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക പുസ്തകങ്ങൾ എന്തൊക്കെയുള്ള നമുക്ക് ഉണ്ട്. അരും ഇതൊക്കെ വായിച്ചു വരുമ്പോഴാണ് യഹൂദ മതത്തിന് പുറത്തുള്ളവരോട് യേശു മിശിഹായുടെ സുചരിതത്തെ പ്രസംഗിക്കുക എന്ന ഏർപ്പാട് ആദ്യം അന്ത്യോക്യയിൽ വെച്ചാണല്ലോ. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതേണ്ട കാര്യമില്ല. യഹൂദ മതത്തിന് പുറത്തുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ പാടില്ല എന്ന് അവിടെ അന്ത്യോക്യയിൽ വെച്ച് ആരെങ്കിലും എതിർക്കണ്ടായിരുന്നോ? അപ്പോൾ ആൽബർട്ടിന് എവിടെ തെറ്റുപറ്റിട്ടില്ല. ആൽബർട്ടെ
ആൽബർട്ട് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18, 19, 20 വായിക്കുമ്പോൾ യേശു അടുത്തുനിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിയിച്ചു. അപ്പൊ ആൽബർട്ട് യോഹന്നാൻ ഈ വാക്യമൊക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നറിയാവോ? സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട്. അതാണ് പറയുന്നത്. ആൽബർട്ട് നല്ലൊരു ശിഷ്യനാണ്. ആരുടെ? ഞങ്ങളുടെ അല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ല, പ്രത്യേകിച്ച് ജീജിക്കാരുടെ അല്ല, കർത്താവിന്റെ നല്ലൊരു ശിഷ്യനാണ്. കർത്താവിന്റെ നല്ല ശിഷ്യനായിട്ട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. ആരോട്? സകല ജാതികളോട്. ആൽബർട്ട് കുറച്ചു ദിവസത്തിന് മുമ്പ് നീ ഏത് ജാതിയിൽ നിന്ന് വന്നതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ജാതിക്കാരെയാണ് കൊണ്ടുവന്നെന്നുള്ളത് അടുത്തതിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എവിടൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ ജാതിക്കാരുടെ അടുത്ത് ചെന്നു, ഏതൊക്കെ ജാതികളോട് ഇത് അറിയിച്ചു എന്നുള്ളതല്ല നമുക്ക് അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. അപ്പൊ ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ആൽബർട്ടെ, ഈ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ആ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എവിടെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല യഹൂദന്മാരെന്നാണോ പറഞ്ഞത്? ആണോ? സകല ജാതികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസി ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം അന്ന് അവിടെ വെച്ച് നിർത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ആ ഇത് വെച്ചുകൊണ്ട് ആൽബർട്ട് ഒന്ന് പറ, ഈ കേരളക്കരയിൽ ആൽബർട്ടിന്റെ ആൾക്കാർ നടത്തിയത് ഒരു തെറ്റായ സന്ദേശമല്ലേ? അപ്പൊ ആൽബർട്ടിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഒന്നല്ല, ചോദ്യം ഇതാണ്. ഒന്ന്, ആൽബർട്ടിന്റെ വിശ്വാസം അനുസരിച്ച് AD 70 കർത്താവ് വന്നു പോയെങ്കിൽ ഇനി സുവിശേഷം അറിയിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ കേരളക്കരയിൽ ആൽബർട്ടിന്റെ ആൾക്കാർ എന്തിനു സുവിശേഷം അറിയിച്ചു? രണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28, 18, 19, 20 പറഞ്ഞിരിക്കെ ആൽബർട്ടിന്റെ ആൾക്കാർ വലിയൊരു തെറ്റല്ലേ ആൽബർട്ട് ചെയ്തത്? അപ്പോൾ ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ആൽബർട്ടിന്റെ ആൾക്കാർ ചെയ്ത വലിയൊരു തെറ്റാണ്. ഇനി 3, ആൽബർട്ട് പറഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കളെ എല്ലാരെയും മതം മാറ്റി ഞങ്ങൾ പിടിച്ചോണ്ട് പോവാണ്. ആൽബർട്ടിന് ചരിത്രം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര ഹിന്ദുക്കളെ കൊണ്ടുപോയിട്ടുണ്ട്, എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ മതം മാറ്റാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആൽബർട്ടിനോട് ഒരു കാര്യം പറയണം. ആൽബർട്ടെ, സത്യസുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ വരെ ഇവിടെ ഘോഷിക്കും. അനേകർ വിശ്വാസത്തിലേക്ക് വരും, അനേകർ നിത്യജീവന അവകാശികളായി തീരും. ആൽബർട്ടിന് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത എന്താണെന്ന് അറിയാവോ? ആൽബർട്ട് ചിലപ്പോൾ ആരോടൊരു സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വാസത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ആൽബർട്ടിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി, വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി, ആ രക്ഷയുടെ മാർഗത്തെ പറ്റി മറ്റുള്ളവരോട് പറയാൻ ചിലപ്പോൾ ആൽബർട്ടിന് എന്തോ തടസ്സം ഉണ്ടായിരിക്കാം. പറയുന്നവർ പറയട്ടെ. ആൽബർട്ട് ഇങ്ങനെ തടസ്സം നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആൽബർട്ടിന്റെ ആൾക്കാരും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ആൽബർട്ട് എന്താ ചെയ്യേണ്ടത്? ജീവനുള്ള ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്തത് ശരിയാണോ എന്നൊന്ന് ചോദിച്ചു നോക്കണം കർത്താവായ യേശു ക്രിസ്തുവിനോട്. പിന്നെ ഞങ്ങളുടെ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ആൽബർട്ടിന്റെ കിട്ടിയിരിക്കുന്ന പുസ്തകത്തിന്റെ അകത്ത് വേറെ ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് പിന്നാലെ പൊക്കോ. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൽപ്പനകളെ പാലിച്ചു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഭൂമിയിൽ കർത്താവിന്റെ ശിഷ്യന്മാരായി നിൽക്കുന്നവരെല്ലാവരും ജീവനുള്ള ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും സുവിശേഷം അറിയിച്ചിരിക്കും. ആ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആപത്തോ പട്ടിണിയോ ഉപദ്രവമോ വാളോ ഇതെല്ലാം വരുമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ആൽബർട്ടിനെ പോലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടകളിക്കാരും വരുമെന്ന് ഞങ്ങൾക്കറിയാം. മാക്കിർപിടുത്തക്കാരനും കുട്ടകളിക്കാരനും എല്ലാം വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഒറ്റാലുമായിട്ട് നടക്കുകയാണല്ലോ. കുട്ടകളിക്കാരനുള്ള അടുത്തുണ്ട്. കുട്ടകളിക്കാരൻ പറയുന്നുണ്ട്, വാരണാസിയിലേക്ക് വരൂ, ഇവിടെ ആയിരങ്ങളാണ് സുവിശേഷം കേൾക്കുന്നത്. എന്നിട്ട് അതേ കുട്ടകളിക്കാരും പറയാം, ഇവിടെ ഒരു
ഉയർച്ചയില്ല. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കേണ്ട കുട്ടകളിക്കാരാ. മാക്രി കൊടുത്തോ ഈ മാക്രി ആടി പോകുന്നതിന്റെ പുറകെ ഒറ്റാലുമായിട്ട് പോകുന്ന കണക്ക് ആ പരിപാടി അങ്ങ് നിർത്ത്. അപ്പൊ ആൽബർട്ടിനോട് പറയണം, ആൽബർട്ടെ ലോകാവസാനത്തോളം സുവിശേഷം അറിയിക്കണം. ആൽബർട്ട് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കി. സുവിശേഷത്തിനോളം നല്ല വേറൊരു സന്ദേശം വേറെയില്ല ഈ ഉലകത്തിൽ. അതെ, സുവിശേഷത്തിനോളം നല്ല ഒരു സന്ദേശം വേറെയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഏറ്റവും നല്ല സുവിശേഷം. അതിനപ്പുറത്തേക്ക് ഉലകത്തിൽ ഒരു ഗ്രന്ഥത്തിൽ പോലും നല്ലൊരു സുവിശേഷം പറയാനില്ല. ഉണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സുവിശേഷം. അത് സകല ജാതികളോടും പറയാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറയുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, അല്ലാതെ നമ്മളല്ല. നമ്മൾ അതിൻ്റെ അകത്തൊരു മുഖാന്തരം മാത്രമാണ് ആൽബർട്ടെ. നമ്മളെല്ലാവരും ഞങ്ങളെപ്പോലുള്ളവർ തെരുവിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുവിശേഷം അറിയിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു? എന്തേ നിങ്ങൾ വേറൊരു കാര്യം ചോദിക്കാതെ, നിങ്ങൾ എത്ര പേരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്? അതാത് സഭകളിലുള്ളവരെ എത്ര പേരെ ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ സഭ വിട്ടു പോകാതെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് നല്ലത് എന്നുള്ള ചിന്തയിൽ അവരെ ഉറപ്പിച്ചതിനെ പറ്റി ആരും ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട്, TF-ന്റെ ആണെങ്കിലും സാക്ഷിയുടെ ആണെങ്കിലും പ്രവർത്തനം കൊണ്ട് എത്ര പേരെ കൊണ്ടുവന്നു ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എത്ര പേരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു എന്നെന്താ നിങ്ങൾ ചോദിക്കാത്ത? അത് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആൽബർട്ടിനോടും സുവിശേഷ വിരോധികളായിട്ടുള്ളവരോടും പറയുകയാണ്, സുവിശേഷം അറിയിക്കുമ്പോഴത്തേക്കും തടയാൻ വരുന്നവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ എത്ര തടഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ തിരിച്ചടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ എന്നെ ഇപ്പൊ ഈ യൂട്യൂബിന്റെ അകത്ത് മുഖം കണ്ടുകൊണ്ട് ആശയം കൊണ്ട് നേരിടാൻ കഴിവില്ലാത്ത ഒരു ആയുധങ്ങളുമായിട്ട് വരുമെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കാരണം ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തും അവനോട് പാർപ്പാൻ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ സുവിശേഷം കേൾക്കുക. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുക. വിമർശനത്തിന് വേണ്ടിയാണെങ്കിലും വിശുദ്ധ വേദപുസ്തകം വായിക്കുക. അവിടെ ഒരു ദൈവത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ സകല ജാതികളെ ന്യായം വിധിക്കുന്ന ഒരു മുഖപക്ഷമുള്ള ഒരു ദൈവമല്ല. ആ ദൈവത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത പ്രാവശ്യം ആൽബർട്ട് യോഹന്നാന്റെ ആൾക്കാർ എത്ര ആൾക്കാരെ, പുറംജാതിക്കാരെ, ഏതൊക്കെ പുറംജാതിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.